സർ, വൈദ്യുത മന്ത്രി സണ്ണി ജോസഫ് പ്രൈവറ്റ് അഡീഷണൽ സെക്രട്ടറിയായി സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ തന്നെയാണ് നിയമിച്ചത്. അളിയനും ചേർന്ന് അങ്ങനെ ഭരിക്കണ്ട എന്നാണ് ഇന്നലെ ഏറ്റവും ഒരു മികച്ച ഒരു ട്രോൾ അല്ലെങ്കിൽ മീം എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. അത് പറഞ്ഞിരിക്കുന്നത് CPIM ആണ്. CPIMന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലാണ് ഇത്തരത്തിലുള്ള പരിഹാസ ട്രോളുകൾ. അതിനെന്ത് യോഗ്യത എന്നുകൂടി നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അതിനുത്തരം സണ്ണി ജോസഫിനെ നമ്മൾ ന്യായീകരിക്കുന്നു എന്നല്ല. അവിടെ വളരെ വിവാദമായ ഒരു വാക്ക് ഇവിടെയും പ്രസക്തമാകുന്നത് ബന്ധുനിയമനം. ബന്ധുനിയമനം CPM സർക്കാരിനെ വളരെയേറെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചിരുന്നു. അതിതാ UDF സർക്കാരിനെയും പിന്തുടരുന്നു എന്ന് വേണോ കരുതാൻ? ബന്ധുക്കൾ ശത്രുക്കളല്ല. ബന്ധുക്കളാണ്, ഉറ്റവരാണ്, ഉടയവരാണ്, പ്രിയപ്പെട്ടവരാണ്. അപ്പൊ എനിക്കൊരു സ്ഥാനം കിട്ടുമ്പോൾ ഞാൻ എൻ്റെ ബന്ധുക്കളെ അല്ലാതെ ആരെ നിയമിക്കും എന്ന് ചോദിക്കുന്ന, രഹസ്യമായെങ്കിലും ചോദിക്കുന്ന രാഷ്ട്രീയക്കാരാണ് നമ്മുടെ ഇടയിലുള്ളത്. കാര്യം അത്രയ്ക്കൊക്കെയാണ് രാഷ്ട്രീയ ധാർമ്മികത ഇപ്പോൾ പൊതുരംഗത്തുള്ളത്. അത് ഇടതനും വലതനും ഒന്നും ഇതിൽ നിന്ന് വ്യത്യസ്തരല്ല. ആരും അന്യരല്ല. എല്ലാവരും ഇക്കാര്യത്തിൽ തുല്യരാണ് എന്ന് നമുക്കറിയാം. എത്രയോ വിവാദങ്ങൾ കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ കാലത്തും ഇതിന്റെ പേരിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. സണ്ണി ജോസഫ് നിയമിച്ച ആൾ വെറും ഒരു ബന്ധുവല്ല. അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം നിയമിക്കപ്പെട്ടത് എന്ന് പത്രവാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം നിയമിക്കപ്പെട്ടത്. തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ സണ്ണി ജോസഫിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് അദ്ദേഹമായിരുന്നു. ദീർഘകാലം അദ്ദേഹം ഉളിക്കൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ DCC ജനറൽ സെക്രട്ടറിയാണ്. DCC നൽകിയ ലിസ്റ്റിൽ നിന്നാണ് അദ്ദേഹത്തെ നിയമിച്ചത് എന്ന് വേണമെങ്കിൽ സണ്ണി ജോസഫിന് ഒരു ന്യായീകരണം ഉന്നയിക്കാം. പക്ഷെ ആരോപണങ്ങൾക്ക് അന്ത്യം ഉണ്ടാവില്ല. അതുകൊണ്ട് KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ് ചെയ്യേണ്ടിയിരുന്നത് വേണ്ട അളിയ വേണ്ട എന്ന് അദ്ദേഹം പറയണമായിരുന്നു. കാര്യം എന്ത് ന്യായീകരണം ഉണ്ടെങ്കിലും വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞ് ആയുസ് കളയേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് ഒരു പുതിയ ഭരണത്തിന്റെ തുടക്കത്തിൽ. കാരണം കേരളത്തെ പിടിച്ചു കുലുക്കിയ എത്രയോ ബന്ധു നിയമന വിവാദങ്ങൾ ഇതിനോടൊപ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് സ്വന്തം മരുമകളെ പേഴ്സണൽ സ്റ്റാഫിൽ കുക്കായി നിയമിച്ച ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വലിയ നേതാവായ PK ശ്രീമതിയുടെ കഥയാണ്. അത് ആദ്യത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് ഇത് ഉണ്ടായത്. നിയമിക്കപ്പെട്ടത് മരുമകളാണ്. മകന്റെ പേര് നമ്മളപ്പം വളരെ ശ്രദ്ധയോടുകൂടി 2 പ്രാവശ്യം ചില സഖാക്കളെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടാവും. PK ശ്രീമതിയുടെ മകന്റെ ഭാര്യയെ നിയമിച്ചു. മകന്റെ പേര് സുധീർ നമ്പ്യാർ എന്നാണ്. എന്താണ്? സുധീർ നമ്പ്യാർ. ഇടതുപക്ഷവും ഇടതുപക്ഷ സഹയാത്രികരും ഒക്കെ VD സതീശൻ തന്റെ അച്ഛന്റെ പേര് മുഴുവൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് VD സതീശൻ ജാതിവാല് ചേർത്തു എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കുന്ന സഹാക്കന്മാർ ഇന്ന് ആലോചിച്ച് നോക്കണം. ഇത് PK ശ്രീമതി CPMന്റെ കേന്ദ്ര സമിതി അംഗം ആണ്. മകന് ജാതിവാൽ ഇടാൻ ഒരു ഉളുപ്പും അവർ കാണിച്ചില്ല. അവരുടെ കാര്യമാണെങ്കിൽ പറയാം, അതൊക്കെ എത്രയോ കാലം മുമ്പ് ആയിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ, അവർക്ക് അത്ര പ്രായമൊന്നും ഇല്ല. എന്തായാലും PK ശ്രീമതി മകൻ സുധീർ നമ്പ്യാരുടെ ഭാര്യ രാഖിയെ ആദ്യം കുക്കായി നിയമിച്ചു. അതിനുശേഷം ഗസറ്റഡ് പദവിയിലുള്ള ഗൈഡ് ആയി നിയമിച്ചപ്പോഴാണ് വിവാദം ഫുൾ റേഞ്ചിൽ കത്തിപ്പടരുകയും അവസാനം സർക്കാരിന് ഒരു ഗതിയുമില്ലാത്ത അവസ്ഥയിലെത്തിയപ്പോൾ ആ നിയമനം പിൻവലിക്കുകയും ചെയ്തു. പക്ഷെ സുധീർ നമ്പ്യാർ വീണ്ടും കേരളത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നു. അത് സ്വന്തം ബന്ധുവാണ്, മന്ത്രിസഭ അംഗമായിരുന്ന EP ജയരാജൻ, ചിറ്റപ്പൻ എന്ന് സൈബർ ലോകത്തൊക്കെ ഇപ്പോൾ അറിയപ്പെടുന്ന EP ജയരാജൻ എന്ന വ്യവസായ മന്ത്രിയാണ്. അപ്പം വ്യവസായ മന്ത്രി മുൻകൈയെടുത്തൊരു ഗംഭീര നിയമനം നടത്തി.
സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് എന്റർപ്രൈസസ് അതിന്റെ മാനേജിംഗ് ഡയറക്ടറായി PK ശ്രീമതിയുടെ മന്ത്രിസഭാംഗത്തിന്റെ മകനെ തന്നെ നിയമിച്ചു. സുധീർ നമ്പ്യാരെ തന്നെ നിയമിച്ചു. അത് വലിയ കേസായി, പരാതിയായി, പാർട്ടിക്കകത്ത് തന്നെ വലിയ വിമർശനങ്ങളുണ്ടായി. ഈ വിവാദം കത്തിക്കളിയപ്പോൾ EP ജയരാജൻ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. രാജിവെക്കേണ്ടി വന്നു എന്നതാണ് കൃത്യമായ ഉത്തരം. അത്രയ്ക്ക് വലിയ വിവാദമായിരുന്നു. കാര്യം 2016 ആദ്യമായി അധികാരത്തിൽ ഏറുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞിരുന്നത് അഴിമതിക്കെതിരായി താൻ പോരാടും, ഒരുവിധ ബന്ധു നിയമനവും അംഗീകരിക്കില്ല എന്നായിരുന്നു. അപ്പൊ ബന്ധുക്കളായ ശ്രീമതിയും EP ജയരാജനും ചേർന്ന്, രണ്ട് മന്ത്രിമാർ ചേർന്ന് ബന്ധുക്കളെ നിയമിച്ചു. പിണറായി വിജയന്റെ പ്രസ്താവനകളും പാർട്ടിയുടെ നിലപാടുമൊക്കെ ആകെ കുളമാക്കി. ഇത് ജയരാജനെ സംബന്ധിച്ച് വിവാദങ്ങളൊന്നും പുത്തരിയല്ല. 2 വർഷത്തിന് ശേഷം ഏതായാലും ഈ ബന്ധു നിയമന വിവാദം, വിജിലൻസ് അന്വേഷണം വന്നു, കേസ് വന്നു. അതിൽ നിന്നൊക്കെ അദ്ദേഹം തലയൂരി വീണ്ടും മന്ത്രിയായി. എങ്കിലും വിവാദങ്ങളിൽ അദ്ദേഹത്തെ പിന്തുടർന്നു. PK ജയ്സൺ അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹം ഒരു ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിച്ച ആളാണ്, കാശുള്ള ആളാണ്. അദ്ദേഹവും ജയരാജന്റെ ഭാര്യയും ചേർന്ന് തളിപ്പറമ്പിലെ മൊറാഴ ഉടുമ്പൻ കുന്നിൽ ഉയർന്നു വന്ന ഒരു റിസോർട്ടിൽ ഓഹരികൾ വാങ്ങി. അതും ആ കാലത്ത് വലിയ വിവാദത്തിന് ഇട നൽകി. അതൊരു ആയുർവേദ ക്ലിനിക്കൽ റിസർച്ച് സെന്റർ ആയിരുന്നു. മുഖ്യ ഷെയർ ജയരാജന്റെ പേരിൽ വാങ്ങി, മക്കളുടെ പേരിൽ വാങ്ങി, കുടുംബത്തിന്റെ പേരിൽ വാങ്ങിയെന്ന് വലിയ ആരോപണം ഉന്നയിച്ചത് കണ്ണൂർ ജില്ലയിൽ നിന്ന് P ജയരാജനാണ്. 2022 പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഈ വലിയ ആരോപണം ഉന്നയിക്കുകയും പാർട്ടി നേതാക്കളുടെ ബൂർഷ്വാവൽക്കരണത്തിന് ഉദാഹരണമായി ഇത് ജയരാജന്റെ നേരെ കൈ ചൂണ്ടി ഇദ്ദേഹം രാഷ്ട്രീയ ധാർമ്മികതയുടെ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. അത് പാർട്ടിക്കകത്തും പുറത്തും വലിയ വിവാദത്തിന് ഇട നൽകി. അവസാനം മകനോടും ഭാര്യയോടും ഈ ഷെയറുകൾ വിൽക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഷെയർ വിറ്റു. അതും വിവാദത്തിന് അതീതമായിരുന്നില്ല. മുഖ്യ ഷെയർ വാങ്ങിച്ചത് ശോഭ ബിൽഡേഴ്സിന്റെ PCN മേനോനായിരുന്നു. അതും ഒട്ടേറെ ആരോപണങ്ങൾക്ക് ഇട നൽകിയിട്ടുണ്ട്. അപ്പോൾ ആരും ശുദ്ധരല്ല. ഈ ആരോപണം സണ്ണി ജോസഫിന്റെ മേൽ ഉന്നയിക്കുന്ന ഇടതുപക്ഷത്തുള്ള നേതാക്കന്മാർ വരിവരിയായി ഇങ്ങനെ നിൽപ്പുണ്ട്. ഇവരൊന്നും ശുദ്ധരല്ല, ഇവരെല്ലാം കളങ്കിതരാണ്, ആരോപണങ്ങൾ ഉന്നയിച്ച ആൾക്കാരാണ്. ഇവർക്കൊന്നും ധാർമ്മികമല്ല. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഇദ്ദേഹത്തെ വിമർശിക്കാനുള്ള യാതൊരു ധാർമ്മിക അവകാശവുമില്ല. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. അത് മന്ത്രിയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു പ്രമുഖ പത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്തത് ഒരു വനിതാ മന്ത്രിയുടെ ഓഫീസിൽ കാര്യങ്ങളൊക്കെ നോക്കാൻ ഭർത്താവ് സേവന സന്നദ്ധനായി തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്നാണ്. തൽക്കാലം ഭർത്താവിൻ്റെ അടുക്കൽ വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന് മന്ത്രി പറഞ്ഞില്ലെങ്കിൽ മന്ത്രിയുടെ കാര്യവും കട്ടപ്പുകയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ജനങ്ങളെ തുറന്നു വെച്ചതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പഴയ ഒരു ആപ്തവാക്യം പറയട്ടെ, സീസർ മാത്രമല്ല ശുദ്ധരായിരിക്കേണ്ടത്, പൊതുജീവിതത്തിൽ പ്രവർത്തിക്കുന്ന സീസറിന്റെ ഭാര്യയും അതും വളരെ ശുദ്ധമായ സംശുദ്ധമായ ജീവിതം നയിക്കണം എന്ന അർത്ഥം വരുന്ന ഒരു പഴഞ്ചൊല്ല് ഇംഗ്ലീഷിലുണ്ട്. കേരളത്തിലുള്ളവർക്കും ഇത് ഓർക്കുന്നത് നല്ലതാണ്. യെസ്, എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ സണ്ണി ജോസഫിനെതിരായ ബന്ധു നിയമനത്തിലെ ആ പരിഹാസം ഉന്നയിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന CPM ആണെങ്കിൽ CPM കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടത്തിയ ബന്ധു നിയമനങ്ങളെ കുറിച്ച് ഒന്ന് പുനർവിചിന്തനം നടത്തുക എന്നുള്ളതാണ് ഇതിനുള്ള മറുപടി. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.